ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സലിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ലുക്കപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇൻഡെക്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും അതേപോലെ തന്നെ നമുക്കിതിൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ കൗണ്ടിഫ് അതേപോലെ സമ്മിഫ് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഒന്നുകൂടി നമുക്ക് റീഫ്രഷ് അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച അതേ പ്രോബ്ലംസ് തന്നെയാണ്. നമുക്കിതിനെ ഇവിടെ ഈ എംപ്ലോയി ഐ ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള സാലറി കിട്ടാൻ നമുക്ക് രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡ് അല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 മെത്തേഡ് യൂസ് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഫസ്റ്റ് വാല്യൂ ഇവിടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ, ലുക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ വാല്യൂ ഫസ്റ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്കിത് 3 മെത്തേഡ് വെച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് എൻഡിലായതുകൊണ്ട് നമുക്ക് 2 മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ഈ എംപ്ലോയി ഐ ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള സാലറി കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ലുക്കപ്പ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ ലുക്കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് അതേപോലെ തന്നെ ലുക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ലുക്കപ്പ് എന്നെഴുതി ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇടുക. ലുക്കപ്പ് വെക്റ്റർ എന്നുള്ളിടത്ത് ഈ വാല്യൂ കിടക്കുന്ന ലൊക്കേഷൻ ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ വന്ന് ഈ എംപ്ലോയി ഐ ഡി കിടക്കുന്ന ഈ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് റിസൾട്ട് വെക്റ്റർ എന്ന് പറയുന്നത് എവിടെയാണോ സാലറി കിടക്കുന്നത് ആ ഭാഗവും ആ ലൊക്കേഷനും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലൊക്കേഷനും നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ കൊടുത്തതിന് നേരെയുള്ള സാലറി എത്രയാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് നമുക്കിത് വെച്ചിട്ട് ചെയ്യാവുന്ന, അതായത് ഈ സാലറി കാണേണ്ട ഒരു മെത്തേഡാണ് നമ്മൾ ലുക്കപ്പ് വെച്ച് ചെയ്തത്. ഇനി വേറൊരു മെത്തേഡ് നമുക്ക് ഇൻഡെക്സ് വെച്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇൻഡെക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വേറൊരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെയ്യാം. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇൻഡെക്സ് എന്ന് ചേർത്തു. അറേ എന്നുള്ളടത്ത് നമ്മൾ ഈ കൊടുത്ത അറേ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. എത്ര ഡാറ്റാസ് ഉണ്ടോ അത് മുഴുവനായിട്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആദ്യം നമുക്ക് റോ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, റോ കാണാൻ വേണ്ടിയിട്ട് മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ലുക്കപ്പ് അറേ എന്നുള്ളടത്ത് ഈ ഇൻഡെക്സ് കിടക്കുന്ന ഈ ഭാഗം ഏതാണോ അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് 0 എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്തത് കോളം നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു, മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് സാലറി സെലക്ട് ചെയ്തു. അത് നമുക്ക് സാലറിയാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു കോമ ഇട്ടു. ലുക്കപ്പ് അറേ എന്നുള്ളടത്ത് ഈ ഏറ്റവും മുകളിൽ ഈ ഹെഡിങ്ങുകൾ ഏതാണോ കിടക്കുന്നത് ആ ഭാഗവും സെലക്ട് ചെയ്ത് കൊടുത്തു. മാച്ച് ടൈപ്പ് എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇത് 0 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് മാച്ചിൻ്റെ കൂടി, അതായത് നമ്മളിവിടെ കൊടുത്ത ആ ഇൻഡെക്സിൻ്റെ കൂടി ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നേരെയുള്ള വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ലുക്കപ്പ് വെച്ച് ചെയ്യുന്നത്, ലുക്കപ്പ് മാച്ച് ഇൻഡെക്സ് വെച്ച് ചെയ്യുന്നത് ഒന്നുകൂടി ഞാനിവിടെ പറയാം. ഈക്വൽ ടു ഇൻഡെക്സ് എന്ന് എഴുതുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റോ അറേ എന്നുള്ളടത്ത് നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യുക. ഞാനിത് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ F4 അമർത്തിയിട്ട് ലോക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് റോ നമ്പറാണ്. അപ്പോൾ ഇവിടെ വന്ന് മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഈ ഭാഗം സെലക്ട് ചെയ്തു. ഒരു കോമ ഇട്ട് കൊടുക്കുക. ലുക്കപ്പ് അറേ എന്നുള്ളടത്ത് ഈ ഭാഗവും സെലക്ട് ചെയ്തു. ആ ലൊക്കേഷൻ മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. ഇതും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, F4 വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് 0 എന്ന് ചേർത്ത് കൊടുത്തു. ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് കോളം കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിവിടെ വന്ന് മാച്ച് എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് സാലറി സെലക്ട് ചെയ്തു. അതും നമുക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ F4 അമർത്തി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോളം അതായത് ഈ അറ ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. അതോടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ലോക്ക് ചെയ്യുന്നുണ്ട്. മാച്ച് ടൈപ്പ് എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് 0 കൊടുത്തു. 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഒന്ന് മാച്ചിൻ്റെയും ഒന്ന് ഇൻഡെക്സിൻ്റെയും ആണ് ക്ലോസ് ചെയ്യുന്നത്. എൻ്റർ അടിച്ചു. അതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി എല്ലാം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇത് മുഴുവനായിട്ടും ഡ്രാഗ് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത കറക്റ്റ് വാല്യൂസ് എത്രയാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഹൗ മെനി എംപ്ലോയീസ് ഇൻ വർക്ക് HR, IT ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് നമുക്ക് കൗണ്ടിഫ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്, ആദ്യം
HR വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, HR-ൻ്റെ ഹെഡിങ് ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് IT ആണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് IT എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ വന്ന് മാർക്കറ്റിംഗ് എന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ആ ഹെഡിങ്ങും ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് COUNTIF എത്ര എംപ്ലോയീസ് ആണെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കിത് ചെയ്യാം, COUNTIF വെച്ച് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് COUNTIF എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് ഈ ഭാഗം, അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ HR എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൽ ആകെ ഒരാൾ മാത്രമാണ് വരുന്നത്. ഓക്കെ, നമുക്കത് കറക്റ്റാണോ നോക്കാൻ ഇവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു HR കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കുക, അവിടെ 2 ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് COUNTIF എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, IT സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നോക്കൂ, IT ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയാണോ വരുന്നത് അത് കാണിക്കും. ഇനി അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എഗെയിൻ ഇവിടെ വന്ന് COUNTIF എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ സെയിം നേരത്തെ ചെയ്ത അതേ റേഞ്ച് തന്നെ ഇവിടെ വന്ന് ആഡ് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് മൊത്തം 4 സ്റ്റാഫാണ്. ഇനി അടുത്തതായിട്ട് SUMIF വെച്ചിട്ടാണ് എംപ്ലോയീസ് സന്തോഷിൻ്റെ സാലറി എത്രയാണെന്നുള്ളത് നമുക്ക് SUMIF വെച്ചിട്ട് കാണണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് സന്തോഷിൻ്റെ പേര് ഇവിടുന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷ് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് SUMIF വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് SUMIF എന്ന് ചേർത്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് സാലറിയാണ് കിട്ടേണ്ടത്. അപ്പോൾ റേഞ്ച് എന്നുള്ളിടത്ത്, അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഈ പേര് കിടക്കുന്ന ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് സന്തോഷിനെയാണ് കാണേണ്ടത്. അപ്പോൾ സന്തോഷ് എന്ന് ചേർത്തു. ഇനി സം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ സാലറി കിടക്കുന്ന ഭാഗം ഏതാണോ അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ സന്തോഷിൻ്റെ സാലറി എത്രയാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്കിവിടെ SUMIF യൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ IT ആൻഡ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ടോട്ടൽ സാലറി എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിക്കണം. അതായത് IT ഡിപ്പാർട്ട്മെൻറ്റിലും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ടോട്ടൽ സാലറി എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിക്കണം. ആദ്യം IT ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് SUMIF എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, ഒരു കോമയുടെ ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് ഞാൻ IT സെലക്ട് ചെയ്തു. ഇനി സം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് ഈ സാലറി കിടക്കുന്ന ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ഈ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇത്രയും സാലറിയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സാലറി കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ എഗെയിൻ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, SUMIF എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇനി ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തു. സം റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ സാലറി കിടക്കുന്ന ഈ ഭാഗവും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയാണോ സാലറി വരുന്നത് അത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും എങ്ങനെ ലുക്കപ്പ് യൂസ് ചെയ്യാം, എങ്ങനെ മാച്ച് വിത്ത് ഇൻഡെക്സ് യൂസ് ചെയ്യാം, COUNTIF എങ്ങനെ യൂസ് ചെയ്യാം, SUMIF എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ചെയ്ത വർക്ക് ബുക്കിൻ്റെ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്ന വീഡിയോൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.